പ്രവാചകത്വത്തിൻ്റെ ആദ്യ കാലഘട്ടം. ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ പലപ്പോഴും കഅബയുടെ അടുക്കലേക്ക് ചെല്ലുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ബിൻ തുലഹയോട് പ്രവാചകൻ കഅബയുടെ താക്കോൽ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പുച്ഛഭാവത്തോടും ധിക്കാരത്തോടും കൂടി ഉസ്മാൻ ബിൻ തുലഹ പറഞ്ഞു, നിനക്ക് ഞാൻ കഅബയുടെ താക്കോൽ തരില്ല. പ്രവാചകൻ ഇത് കേട്ടുടൻ തന്നെ മറുപടി നൽകി, ഒരിക്കൽ കഅബയുടെ താക്കോൽ എൻ്റെ കയ്യിലേക്കെത്തും, അന്ന് ഞാൻ എനിക്കിഷ്ടമുള്ളവർ കൊടുക്കും. പരിഹാസത്തോടു കൂടി ഉസ്മാൻ ബിൻ തുലഹ വീണ്ടും ഉത്തരം ആവർത്തിച്ചു, അന്ന് ഖുറൈശികൾ നിന്ദ്യരാവുന്ന ദിവസമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉത്തരം തിരുത്തിക്കൊടുത്തു, അങ്ങനെയല്ല, താങ്കൾ പറഞ്ഞത് തെറ്റാണ്. അന്ന് ഖുറൈശികൾ പരമോന്നതിയിലേക്ക് എത്തുന്ന ദിവസമായിരിക്കും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മക്ക വിജയത്തിൻ്റെ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനങ്ങളുടെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉസ്മാൻ ബിൻ തുലഹയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ താക്കോലിന് വേണ്ടി ചോദിച്ചു. ഉടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉസ്മാൻ ബിൻ തുലഹ പ്രവാചകന് നൽകി. പ്രവാചകൻ കുതിരയുമായി കഅബയുടെ അടുത്തേക്ക് ചെന്നു. കഅബയുടെ കവാടം തുറന്നു, അകത്തേക്ക് ചെന്നു, ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു. ശേഷം പുറത്തേക്ക് വന്നിട്ട് പ്രവാചകൻ ഉസ്മാൻ ബിൻ തുലഹയ്ക്ക് വേണ്ടി തേടുന്നുണ്ട്. തേടിക്കൊണ്ടിരിക്കവേ അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ വന്നുകൊണ്ട് പ്രവാചകനോട്, പ്രവാചകരെ, ആ കഅബയുടെ താക്കോൽ എൻ്റെ കയ്യിലേക്ക് തന്നാലുമെന്ന് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ആ അപേക്ഷ നിരസിക്കുകയായിരുന്നു. വീണ്ടും പ്രവാചകന്റെ കണ്ണുകൾ ഉസ്മാൻ ബിൻ തുലഹയ്ക്ക് വേണ്ടി തേടുകയാണ്. അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്നും പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഉസ്മാനുണ്ട് അവിടെ? ആ തങ്ങളെ, ഞാനിവിടെയുണ്ട്. ഉസ്മാൻ ബിൻ തുലഹ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഒരിക്കൽ എൻ്റെ കയ്യിൽ താക്കോൽ വരികയും അതെനിക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് നൽകുകയും ചെയ്തു. ശേഷം തലമുറകളായി എന്തിലേറെ പറയണം, ഇപ്പോൾ പോലും കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരമ്പരയാണ്. അങ്ങനെ ആ പുരുഷൻ ഖുറൈശികളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ചരിത്ര പുരുഷനായി മാറുകയും